15 ഏക്കറിൽ വിവിധതരം കൃഷിരീതികൾ അവലംബിച്ച് കൃഷിയിൽ നേട്ടം കൊയ്യുന്ന ആളാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി സിസിൽ ചന്ദ്രൻ. തന്റെ കൃഷിയിടത്തെ പലതായി തരംതിരിച്ച് വിവിധതരം വിളകൾ ഇദ്ദേഹം കൃഷി ചെയ്തു വരുന്നു. ആധുനിക കൃഷിരീതികൾ ഉപയോഗിച്ച് തന്റെ ഒരേക്കർ സ്ഥലത്ത് നടത്തുന്ന പോളിഹൗസ് കൃഷിരീതിയാണ് ഇതിൽ പ്രധാനം. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിച്ച് നിരവധി പച്ചക്കറികൾ ഇദ്ദേഹത്തിന്റെ പോളിഹൗസിൽ വിളഞ്ഞു നിൽക്കുന്നു. 1 മീറ്ററിലധികം നീളം വയ്ക്കുന്ന തായ്വാൻ ഇനമായ ചിയാത്തായ് പയർ, ഒരു ചെടിയിൽ നിന്നും 15 കിലോയിലധികം വിളവ് നൽകുന്ന അർക്കംരക്ഷക് തക്കാളി, ക്യാൻസർ പ്രതിരോധശേഷി നൽകുമെന്ന് പഠനങ്ങൾ തെളിയിച്ച ബ്രൊക്കോളി, ആഡംബര ഹോട്ടലുകളിലെ ഇഷ്ടവിഭവമായ ലെറ്റ്യൂസ്, ഒപ്പം സാലഡ് വെള്ളരി, റാഡിഷ്, വിവിധതരം ക്യാപ്സിക്കം എന്നിവ യഥേഷ്ടം വളരുന്നു. ഒരു മാസത്തിൽ 5000 കിലോയിലധികം ക്യാപ്സിക്കമാണ് സിസിൽ തന്റെ പോളിഹൗസിൽ നിന്നും കയറ്റുമതിക്കായി നൽകുന്നത്. കിലോയ്ക്ക് 300 രൂപയിലധികം വിലയുള്ള ലെറ്റ്യൂസും ബ്രൊക്കോളിയുമാണ് സിസിൽ ചന്ദ്രന്റെ പോളിഹൗസിലെ താരങ്ങൾ. എനിക്ക് 10-20 ഏക്കറോളം കൃഷിയുണ്ട്. 5 ഏക്കർ വയൽ, 3 ഏക്കർ നമ്മൾ പപ്പായത്തോട്ടം, വാഴക്കൃഷി, ഇഞ്ചി കൃഷി, ഓർക്കിഡ് 1 ഏക്കറിലധികം ഉണ്ട്. നമ്മുടെ 3 ഏക്കറിലെ ബാക്കി നഴ്സറി തന്നെ ഉണ്ട്. അതിൽ 1 ഏക്കർ പോളിഹൗസ് കൾട്ടിവേഷനുണ്ട്. അപ്പോൾ നമുക്ക് ജോലിക്കാരുടെ കുറവും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹൈടെക് 4-5 വർഷത്തിന് മുമ്പേ ഹൈടെക് കൃഷിയിലേക്ക് ഇങ്ങനെ സാധ്യത തേടി പോവുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ശ്രീ സാലൻസ് ക്രിസ്റ്റോഫർ, ഡോക്ടർ സാമാണിക്ക് അവരുടെ ഒരു മോട്ടിവേഷൻ്റെ ഫലമായിട്ട് ഞാൻ ഹൈടെക് കൃഷിയിലേക്ക് തിരിഞ്ഞ്. അപ്പോൾ ഇത് ഹൈടെക് കൃഷി തുടങ്ങിയതിന് ശേഷം മറ്റ് ഓപ്പൺ ഫീൽഡിലെ വിളവിനേക്കാളിലും 10 ഇരട്ടിയിലധികം നമുക്കിതിൽ വിളവ് കിട്ടുകയും നമുക്ക് ഓർഗാനിക്കായിട്ട് തന്നെ ഇതിനകത്ത് പച്ചക്കറി കൃഷി ചെയ്യാനും അത് നമുക്ക് കൂടുതൽ വിലയ്ക്ക് വിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല 1 ഏക്കർ കൊണ്ട് 1 വർഷം കൊണ്ട് നമ്മൾ ഈ 1300 സ്ക്വയർ മീറ്ററിലെ പോളിഹൗസിലെ ലോൺ തിരിച്ചടയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാനൊരു 2000 സ്ക്വയർ മീറ്ററിൽ പോളിഹൗസ് ചെയ്തു. അതും 1-1.5 വർഷം കൊണ്ട് തന്നെ അത് 25 ലക്ഷം രൂപ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. വളരെയധികം സാധ്യതയുള്ളതാണ്. പോളിഹൗസിനോട് ചേർന്നുള്ള പറമ്പിൽ വിവിധതരം പച്ചക്കറികളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ഗ്രാഫ്റ്റിംഗും നടത്തിവരുന്നു. വഴുതന, തക്കാളി, ക്യാബേജ്, കോളിഫ്ലവർ, കക്കിരി, കാന്താരി, ക്യാപ്സിക്കം, ചോളം, ബജ്ര, സ്വീറ്റ് കോൺ തുടങ്ങി നിരവധി തൈകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ചകിരിച്ചോറ് കമ്പോസ്റ്റും വെർമിക്കുലൈറ്റും ചാണകപ്പൊടിയും ചേർത്ത് പ്രോ ട്രേകളിലാണ് തൈകൾ വളർത്തിയെടുക്കുന്നത്. വഴുതന, മുളക്, തക്കാളി, കക്കിരി എന്നിവയെല്ലാം ഗ്രാഫ്റ്റിങ്ങിലൂടെ വാട്ടരോഗ പ്രതിരോധ ശേഷിയുള്ള തൈകളായി മാറ്റിയെടുക്കുന്നു. ക്യാപ്സിക്കം പോലുള്ള വിളകളുടെ തൈകൾക്ക് ആവശ്യമായ വിത്തുകൾ നെതർലൻഡിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത്. 5 ലക്ഷത്തോളം തൈകളാണ് സിസിലിന്റെ കൃഷിയിടത്തിൽ നിന്നും ഒരു മാസം വിൽക്കുന്നത്. തൈകളിലധികവും തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. വീടിനോട് ചേർന്നുള്ള പുരയിടത്തിൽ റെഡ് ലേഡി വിഭാഗത്തിൽപ്പെട്ട പപ്പായ കൃഷിയും നടത്തിവരുന്നു. പഴുത്ത പപ്പായ പെട്ടെന്ന് കേടുവരാത്തതിനാൽ ഇതിന് ആവശ്യക്കാർ ഏറെയാണ്. പച്ചക്കറികൾക്കൊപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ അലങ്കാര ചെടികളുടെ കൃഷിയും സിസിലിനുണ്ട്. റോസ്, ജമന്തി, ജെറിബറ, ഓർക്കിഡ്, ആന്തൂര്യം തുടങ്ങിയവ യഥേഷ്ടം വളരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ് അലങ്കാര ചെടികളിലൂടെ മാത്രം സിസിലിന് ലഭിക്കുന്നത്. പോളിഹൗസിനോട് ചേർന്ന് തന്നെ മത്സ്യകൃഷിയും സിസിൽ ആരംഭിച്ചിട്ടുണ്ട്. കൃഷിയോടുള്ള ഇഷ്ടവും ഒപ്പം മുഴുവൻ സമയം കൃഷിക്കായി മാറ്റിവെക്കാൻ മനസ്സുമുള്ള ആർക്കും കൃഷി ലാഭകരമാക്കുവാൻ കഴിയുമെന്നാണ് സിസിലിന്റെ കൃഷിപാഠം. നിരന്തരമായി കൃഷിഭവനിൽ നിന്നുള്ള ടെക്നിക്കൽ ഗൈഡൻസിലൂടെ തികച്ചും ശാസ്ത്രീയമായ രീതിയിലാണ് ഈ പോളിഹൗസ് കൃഷി സിസിൽ അവലംബിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒട്ടും ബാധിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തിലും പൂർണ്ണ സമയത്തും കൃഷി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് പോളിഹൗസ് കൃഷിയുടെ ഒരു പ്രത്യേകത. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു സീഡ്ലിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റ്, വിവിധതരത്തിലുള്ള പച്ചക്കറി തൈകളുടെ ഉൽപ്പാദനം സിസിൽ നടത്തുന്നുണ്ട്. അവിടെ ഗ്രാഫ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചുണ്ടയിൽ വിവിധതരത്തിലുള്ള തക്കാളി, വഴുതന, മുളകിൻ്റെ തൈകൾ തുടങ്ങിയെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് അദ്ദേഹം വിതരണം നടത്തുന്നുണ്ട്. കൃഷിയോടുള്ള താല്പര്യം മൂലം സംസ്ഥാന കാർഷിക പുരസ്കാരമടക്കം നിരവധി കാർഷിക പുരസ്കാരങ്ങളാണ് സിസിലിനെ തേടിയെത്തിയിട്ടുള്ളത്. ദിവസേനയുള്ള കൃഷി പരിപാലനത്തിൽ ഭാര്യ ശോഭന ലതയും മകൾ ആനി മിൽഗയും എപ്പോഴും സിസിലിനൊപ്പം കൃഷിയിടത്തിലുണ്ട്. മാതൃഭൂമി ന്യൂസ്,
തിരുവനന്തപുരം.